ചെറുതാന്നുള്ള ബോധമൊന്നുമില്ല. വീഡിയോ കണ്ടെന്നിട്ട് എപ്പോഴും എന്റെ പുറകെയാ. അത് മാത്രല്ല ഓനൊരു വിളിയുണ്ട്. എന്ത്? ബേബി. അങ്ങനൊന്നും വരാൻ വഴിയില്ല, എനിക്ക് തോന്നിയിരിക്കും. കോട്ടും കണ്ണടിയും തൊപ്പിയും ഷൂവും ഇതൊക്കെ കൂടി ഇട്ടപ്പോ ഞാനൊരു വലിയ ആളായ പോലെ. നൗ ഐ ആം എ ഗുഡ് ലുക്കിംഗ് മാൻ. പാറു പറഞ്ഞതും ഞാൻ കണ്ടതും ഒക്കെ സത്യം തന്നെയാണോ? 10 മിനിറ്റ് മുമ്പ് വീട്ടിൽ വന്നിരുന്ന് കുറെ കഥകളൊക്കെ പറഞ്ഞു പോയതാണല്ലോ. ഇവന് ലേശം ഇളക്കം കൂടിയുണ്ടോ? ഏയ്, ഞാൻ എന്തൊക്കെയായി ചിന്തിക്കുന്നേ. ഓൻ ചെറിയ കുട്ടിയല്ലേ. എന്നാലും ഞാൻ നോക്കിയപ്പോ ഓനെന്തിനാ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയത്? ഇപ്പൊ ടിപ് ടോപ്പിൽ ഒരുങ്ങി വന്നിട്ടുണ്ടല്ലോ. ആക്ച്വലി പാപ്പ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത് ആരാ? ഇത് പാറുമോളാടാ, എന്റെ മേമേന്റെ മോളാ. ഈ കാണില്ലേ യൂട്യൂബിലൊക്കെ, അന്റെ ചേച്ചിയാടാ. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങള്. ഇതെങ്ങോട്ടാ കോട്ടും തൊപ്പിയൊക്കെ ഇട്ടിട്ട്? അതൊരു ടൂർണമെന്റ് ഉണ്ട്, അവിടെ വരെ പോവാനാ. കോട്ടും ഇതും കണ്ടിട്ട് ഇയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോണെന്ന് തോന്നുന്നു. വല്യമ്മേടെ പോയി. വല്യമ്മ ആത്തുണ്ടോ? വല്യമ്മയുടെ അകത്തുണ്ട്. അപ്പൊ ഇവിടെ ഒരുങ്ങി പോണേ. ഞാൻ പറയാൻ മറന്നുപോയല്ലോ, എനിക്കൊരു ടൂർണമെന്റ് ഉണ്ട്, ഞാൻ അതിന് പോവാ. മുംബൈ ഉഷാറാക്കി വാ. വലിയ മോനെ കൂടെ പോവാട്ടോ. അല്ല, വല്യമ്മക്ക് ജ്യൂസ് എടുത്ത് വെച്ചേണോ? ഹോ, ഞാൻ വരുന്നുള്ള വല്യമ്മക്ക് അറിയാനേ. വത്തക്കവെള്ളമൊക്കെ എടുത്ത് വെച്ചേണല്ലോ. അയ്യോ, വല്യമ്മ മറന്നു പോയല്ലോ. വല്യമ്മ പിന്നെ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, എന്നാ ഞാൻ പോയി പിന്നെ വരാം. ബേബിന്റെ മുഖം കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്തോണ്ടല്ലോ. എന്റെ കണ്ണട ഊരിയത് ഓക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കണ്ണട വെച്ചിട്ട് 2 വർത്താനം പറഞ്ഞു നോക്കാം. ബേബി. ഞാൻ നിന്നെ കൊണ്ടേ പോവുള്ളൂ. അത് ശരിയാ, ഈ കൊണ്ടെന്നെ പോവുള്ളൂ. ഇതെന്താ സംഭവം? ടൂർണമെന്റിന്റെ ട്രെയിനിങ് ഉണ്ട്, ഒന്ന് വാമപ്പ് ചെയ്ത് പോവാന്ന് വിചാരിച്ച. വാമ്പൊക്കെ കഴിഞ്ഞില്ലേ? വേഗം വിട്ടോ ടൂർണമെന്റിന്. വിട്ടോ. വല്ലാത്ത വെറുപ്പിക്കലാവുണ്ട്. നന്ദോടനൊന്നും കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ചെറിയ കുട്ടിയല്ലേ എന്നാ പറയണേ. ഈ വഴി ചിലപ്പോ അറിയലുണ്ടാവില്ല. സമാധാനായിട്ട് പോയി വരാം. ഏയ് ബേബി. നല്ല ചോട്ടാപ്പി. മോളൊന്ന് നിന്നാ ഞാനൊന്ന് പറയട്ടെ. എനിക്ക് പറയണ കേൾക്കാനും സമയം. എനിക്ക് ട്യൂഷന് പോവാണ്ട്. കുറച്ച് ദിവസമായാലും കണ്ടിട്ട്. സാധാരണ വരുന്ന വഴിയിലൊക്കെ ഞാൻ പോയി നിൽക്കാറുണ്ട്. അവിടെയൊന്നും കാണാത്തോണ്ടാ ഞാനൊരു വൈകിട്ട് ഡ്രസ് അടിച്ച് ഇങ്ങോട്ടേ വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ബേബിക്ക് എന്തോ അസുഖമായി എന്ന് വിചാരിച്ച് ഞാൻ ആകെ ടെൻഷനിലായിപ്പോയി. ഹോ, ബേബീനെ ഒന്ന് കണ്ടപ്പോ സമാധാനായി. ബൈ ദ ബൈ, എന്തൊക്കെയുണ്ട് ബേബി വിശേഷങ്ങൾ? എന്റെ വിശേഷങ്ങൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. അതൊന്നും ഒരു മാറ്റർ അല്ല. എന്റെ അച്ഛൻ ഫയർഫോഴ്സിലാ. വെള്ളം കോരി വെച്ച് തണുപ്പിച്ചോളൂ. ബേബി എവിടെയാ ട്യൂഷന് പോകുന്നത്? നമുക്ക് ബേബിനോട് പറയാനൊക്കെ ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഞാൻ പോട്ടെ ട്യൂഷൻ. അല്ല വേണേ ഞാനും പോരാ ട്യൂഷന്. മോനെ ആദ്യം ABCD പഠിക്കും, എന്നിട്ട് പാട്ടോ ട്യൂഷന്. ABCD മാത്രമല്ല, ഞാൻ Z വരെ പഠിച്ചിട്ടുണ്ട്. ഉണ്ടാവും പോയി കളഞ്ഞാണ്ട് വീട്ടിൽ വന്ന് ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കും. ബേബിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? എന്തായാലും ഇനി തിരിച്ച് വീട്ടിലേ പോവാ. അച്ഛനോട് പറഞ്ഞാലോ? അച്ഛനോട് പറഞ്ഞാൽ തല്ലും കിട്ടും. നന്ദുപാപ്പൻ്റെ അടുത്ത് എനിക്ക് ബേബിനോടുള്ള പ്രണയം ഒന്ന് തുറന്നു പറഞ്ഞാലോ? അല്ലെങ്കിൽ ഇനിയിപ്പം വേണ്ടാന്ന് വെക്കാം, അതാ നല്ലത്. എന്തൊക്കെയായാലും ബേബി, സ്റ്റിൽ ഐ ലവ് യു. സ്റ്റിൽ ഐ ലവ് യു. സ്റ്റിൽ ഐ ലവ് യു. ബേബിനെക്കാട്ടും പ്രായം കുറവായത് കൊണ്ടാണോ ബേബിക്ക് എന്നെ ഇഷ്ടപ്പെടാത്തത്? സച്ചിൻ കല്യാണം കഴിച്ചത് അഞ്ജലിനെയാ. അഭിഷേക് ബച്ചൻ കല്യാണം കഴിച്ചത് ഐശ്വര്യ റായിനെയാ. ഇവരൊക്കെ ഭാര്യമാർക്കാണ് പ്രായം കൂടുതൽ. അപ്പൊ പ്രായം ഒന്നൊരു മാറ്റർ അല്ല. ബേബിനെ പേരൻസ് വല്ലാതെ പ്രഷർ ചെയ്യിക്കുന്നുണ്ടാവും. അതല്ലേ ബേബി വെക്കേഷൻ ആയിട്ടും ട്യൂഷന് പോകുന്നത്. ഷോ, ഈ പേരൻസിന്റെ ഒരു കാര്യം. ബേബി, സ്റ്റിൽ ഐ ലവ് യു. ബേബി. ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യ. നിന്റെ പിന്നാലെ നടന്നതിൽ പിണങ്ങൾ എണ്ണി, കടക്കണ്ണാളെ എറിഞ്ഞതിൽ പിണങ്ങൾ എണ്ണി. നിന്റെ പിന്നാലെ നടന്നതിൽ പിണങ്ങൾ എണ്ണി, കടക്കണ്ണാളെ എറിഞ്ഞതിൽ പിണങ്ങൾ എണ്ണി. ഹായ് സുന്ദരി. Oh my baby.